ഹായ് എവരിവൺ, വെൽക്കം ടു അക്കാഡമിക് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അരുൺ കുമാർ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു ഇലക്ട്രിക് മോട്ടറിൻ്റെ വർക്കിങ്ങും അതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളും എല്ലാമാണ്. ഇത് ഫിസിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. RRB, SSC അതുപോലെ തന്നെ PSC എക്സാമിനൊക്കെ ഈ ടോപ്പിക്കിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോയി നോക്കാം. ഫസ്റ്റ് സ്ലൈഡിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്? ദ ആർമേച്ചർ ഓഫ് ആൻ ഇലക്ട്രിക് മോട്ടോർ കൺസിസ്റ്റ് ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് പാർട്ട് ഓർ പാർട്സ്. അപ്പോൾ നമുക്കിവിടെ 3 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ എന്താണ്? സോഫ്റ്റ് അയോൺ കോറ്, കോയില്, മാഗ്നറ്റ്സ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ സോൾവ് ചെയ്യുന്നതിൻ്റെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രിക് മോട്ടർ എന്താണ്, അതിൻ്റെ വർക്കിങ്ങും കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് മോട്ടർ എന്ന് പറഞ്ഞൊരു ഹെഡിങ് തന്നിട്ടുണ്ട് അടുത്ത സ്ലൈഡിൽ. ഇലക്ട്രിക് മോട്ടർ എന്താണ്? നമ്മുടെ വീട്ടിൽ നോക്കുവാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാണാൻ കഴിയും? ഫാന് കാണാൻ കഴിയും, മിക്സി കാണാൻ കഴിയും. ഇതിൽ രണ്ടിലും നമുക്ക് എന്ത് ചെയ്യണം? ഒരു കറണ്ട് സപ്ലൈ ചെയ്യണം. കറണ്ട് സപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ലഭിക്കുന്നത്? ഫാനിലാണെങ്കിൽ ലീഫ് റൊട്ടേറ്റ് ചെയ്യും, മിക്സിയിലാണെങ്കിൽ എന്താണ്? ജാറിൻ്റെ ഉള്ളിലത്തെ ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യും. രണ്ടിടത്തും നമുക്ക് ലഭിക്കുന്ന എന്താണ്? റൊട്ടേഷൻ ആണ്. അപ്പോൾ ഈ റൊട്ടേഷൻ നമുക്ക് കോമൺ ആയിട്ട് എന്താ പറയാം? മെക്കാനിക്കൽ എനർജി എന്ന് പറയാം. അപ്പോൾ ഇലക്ട്രിക് മോട്ടർ എന്ന് പറയുമ്പോൾ അതൊരു ഡിവൈസ് ആണ്. ആ ഡിവൈസ് എന്താണ് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ എനർജീനെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു ഫസ്റ്റ് ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ആൻ ഇലക്ട്രിക് മോട്ടോർ വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇലക്ട്രിക് മോട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഇലക്ട്രിക് മോട്ടർ വർക്ക് ചെയ്യുന്നത്. പിന്നെന്താണ്? എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ? നമുക്ക് നോക്കാം. വിച്ച് സ്റ്റേറ്റ് ദാറ്റ് എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് എ ഫോഴ്സ്. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിൽ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് കടത്തിവിട്ടുണ്ടെങ്കിൽ ആ കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് അനുഭവപ്പെടും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന്. അപ്പോൾ രണ്ടാമതൊരു പോയിന്റ് തന്നിട്ടുണ്ട്. ദീസ് ഫോഴ്സ് കോസസ് ദ കണ്ടക്ടർ ടു മൂവ് റിസൾട്ടിങ് ഇൻ റൊട്ടേഷണൽ മോഷൻ. അതായത് ഈ കണ്ടക്ടറിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് കാരണമാണ് ആ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുക മോട്ടറിൻ്റെ. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ നോക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ്? ഇലക്ട്രിക് മോട്ടറിൻ്റെ കൺസ്ട്രക്ഷൻ ഡയഗ്രാം തന്നിട്ടുണ്ട്. നമുക്കറിയാം ഇലക്ട്രിക് മോട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ മൂലമാണ് വർക്ക് ചെയ്യുന്നത്. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ? അതായത് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഫോഴ്സ് അനുഭവപ്പെടും. വളരെ സിമ്പിളാണല്ലോ. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വേണം ഇലക്ട്രിക് മോട്ടർ ഉണ്ടാക്കാൻ. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിലല്ലേ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകാൻ നമുക്ക് എന്ത് ചെയ്യണം? 2 മാഗ്നറ്റ് വേണം. ഇവിടെ നോർത്ത് പോളും ഇവിടെ സൗത്ത് പോളും. പിന്നെന്താണ് വേണ്ടത്? ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ വേണം. ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആർമേച്ചർ കോയിലായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? കോയിലിൻ്റെ ഉള്ളിലൊരു സോഫ്റ്റ് അയോൺ കോറും ഉണ്ടാവും. എന്തിനാണ് ഈ സോഫ്റ്റ് അയോൺ കോർ ഉപയോഗിക്കുന്നത്? സാധാരണ നമ്മളൊരു കണ്ടക്ടറിലൂടെ കറണ്ട് കടത്തിവിടുമ്പം അതൊരു മാഗ്നറ്റ് ആയിട്ട് മാറും. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ സോഫ്റ്റ് അയോൺ കോർ ഉപയോഗിക്കുന്നത്. പിന്നെന്താണ്? ഈ ആർമേച്ചർ കോയിൽ എങ്ങോട്ടേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? സ്പ്ലിറ്റ് റിങ്ങിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഡയഗ്രത്തിൽ അത് ക്ലിയർ അല്ല. ഞാൻ വേറൊരു ഡയഗ്രാം വരച്ച് കാണിച്ചു തരാം. സ്പ്ലിറ്റ് റിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റിങ് കട്ട് ചെയ്ത് 2 ഹാഫാക്കി എടുത്തു. അതിന് നമുക്ക് സ്പ്ലിറ്റ് റിങ് എന്ന് പറയാം. ഈ സ്പ്ലിറ്റ് റിങ് എങ്ങോട്ടേക്കാണ് കണക്ട് ആയിട്ടുള്ളത്? ആർമേച്ചർ കോയിലേക്കാണ് ഡയറക്റ്റ് കണക്ട് ആയിട്ടുള്ളത്. പിന്നെന്താണ് ഇവിടെ വന്നിട്ടുള്ളത്? 2 ബ്രഷുകൾ വന്നിട്ടുണ്ട്, B1ഉം B2. ഈ 2 ബ്രഷുകളും സ്പ്ലിറ്റ് റിങ്ങിന് ഇങ്ങനെ ടച്ച് ചെയ്താണ് ഇരിക്കുക. അപ്പോൾ ഈ ബ്രഷിൻ്റെ ഉപയോഗം എന്താണ്? ബാറ്ററിയിൽ നിന്ന് വരുന്ന കറണ്ട് ഇല്ലേ, അത് സ്പ്ലിറ്റ് റിങ്ങിലേക്ക് കൊടുക്കും. സ്പ്ലിറ്റ് റിങ്ങിൽ നിന്ന് നേരെ അത് കോയിലിലേക്ക് പോകും. അത്രയാണ് ബ്രഷിൻ്റെ ഉപയോഗം. അപ്പോൾ നമുക്ക് ബ്രഷിന് എന്തൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിക്കാം? ബ്രഷിന് കോമൺ ആയിട്ട് എന്താണ്? കാർബൺ ആണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് മെറ്റൽ പീസ് ഉപയോഗിച്ചിട്ട് ചെയ്യാം.
അപ്പോൾ ബ്രഷിൽ നിന്ന് കണക്ഷൻ എങ്ങോട്ടേക്കാണ് വരുന്നത്? പവർ സപ്ലൈ, അതായത് ഒരു ബാറ്ററിയിലേക്കാണ് കണക്ഷൻ വരിക. ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ്? കമ്പോണൻസ് ഓഫ് ഇലക്ട്രിക് മോട്ടർ. നമ്മൾ ഓൾറെഡി കൺസ്ട്രക്ഷനിൽ നോക്കി, എന്നാലും നോക്കാം. എന്താണ്? ഒരു ആർമേച്ചർ കോയിലുണ്ട്. ആർമേച്ചർ കോയിൽ എന്താണ്? കോമൺ ആയിട്ട് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറാണ്. ആർമേച്ചർ കോയിലിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂട്ടുന്നതിന് വേണ്ടി സോഫ്റ്റ് അയൺ കോറും ഉണ്ടാവും. പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 2 പെർമനൻറ്റ് മാഗ്നറ്റ് യൂസ് ചെയ്തിട്ട്. പിന്നെ കമ്മ്യൂട്ടേറ്റർ ഉണ്ടാവും. കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? എ സ്പ്ലിറ്റ് റിങ് ദാറ്റ് റിവേഴ്സ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ ഇൻ ദി കോയിൽ. അതായത് ഒരു കോയിലുള്ള കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനാണ് ആര് ഉപയോഗിക്കുന്നത്? സ്പ്ലിറ്റ് റിങ് ഉപയോഗിക്കുന്നത്. അതിന് നമ്മൾ പറയുന്ന പേരാണ് കമ്മ്യൂട്ടേറ്റർ എന്ന്. അതേപോലെ തന്നെ ബ്രഷ് എന്താണ്? കാർബൺ ഓർ മെറ്റൽ പീസ് ദാറ്റ് മെയിൻറ്റെയിൻ കോണ്ടാക്ട് വിത്ത് ദ കമ്മ്യൂട്ടേറ്റർ. അതായത് സ്പ്ലിറ്റ് റിങ് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്, ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്? ബ്രഷ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു പവർ സോഴ്സ് ഉണ്ടാവും. ബാറ്ററി ആയിരിക്കും ഒരു പവർ സോഴ്സ് ആയിട്ട് ആക്ട് ആകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് കമ്പോണൻസ് ഓഫ് ഇലക്ട്രിക് മോട്ടറിൽ നോക്കേണ്ടത്. പിന്നെന്താണ് അടുത്തത്? വർക്കിംഗ് പ്രോസസ്. വർക്കിംഗ് ഞാൻ ഈ ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തുതരാം സിമ്പിളായിട്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ് സംഭവിക്കുക? നമ്മൾ മോട്ടറിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യും. അപ്പോൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. കറണ്ട് ഫ്ലോ ചെയ്യും. കറണ്ട് എങ്ങോട്ടേക്കാണ് ഫ്ലോ ചെയ്യുക? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്. അപ്പോൾ ഇതിലേ കയറി ബ്രഷ് വഴി എങ്ങോട്ടേക്കാണ് പോവുക? കോയിലിലേക്ക് എത്തി, ആർമേച്ചറിലേക്ക് എത്തി. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് കറണ്ട് പോവും. അത് കഴിഞ്ഞിട്ട് ബിയിൽ നിന്ന് സിയിലേക്ക് കറണ്ട് പോവും. സിയിൽ നിന്ന് ഡിയിലേക്ക് കറണ്ട് പോവും. ഡിയിൽ നിന്ന് നേരെ സ്പ്ലിറ്റ് റിങ് വഴി ബ്രഷിൽ കൂടെ കയറിയിട്ട് അങ്ങോട്ടേക്കാണ്? ബാറ്ററീൻ്റെ നെഗറ്റീവ് ടെർമിനലിലേക്ക് കറണ്ട് എത്തുമല്ലോ. അപ്പോൾ നമുക്കിവിടെ എ ബി എന്ന് പറയുന്ന സ്ഥലത്ത് കറണ്ടിൻ്റെ ഡയറക്ഷൻ മുകളിലേക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്കാണ് വരിക? നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും കിട്ടി. അപ്പം നമുക്കറിയാം ഫ്ലെമിംഗ് ലെഫ്റ്റ് ഹാൻഡ് റൂള്. എന്താണ് ഫ്ലെമിംഗ് ലെഫ്റ്റ് ഹാൻഡ് റൂള്? അപ്പോൾ നമ്മൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്? മിഡിൽ ഫിംഗർ കറണ്ടിൻ്റെ ഡയറക്ഷനും ഇൻഡെക്സ് ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ആണെങ്കിൽ നമ്മുടെ തമ്പ് എന്തിനെയാണ് സൂചിപ്പിക്കുക? അവിടെ ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ് സൂചിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഫോഴ്സ് കണ്ടുപിടിച്ചോടെ. എങ്ങനെയാണ്? എയിൽ നിന്ന് ബിയിലേക്ക് മുകളിലേക്കാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ട് വരും? മുകളിലേക്ക് വരും. പിന്നെ അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്. അപ്പോൾ ഫോഴ്സ് എങ്ങോട്ടേക്കാണ് വരുന്നത്? ഫേസ് ചെയ്യുന്നത് സ്ക്രീനിൻ്റെ ഉള്ളിലേക്കായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് കൊടുക്കാം, സ്ക്രീനിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് സിയിൽ നിന്ന് ഡിയിലേക്ക് താഴോട്ടേക്കാണ് കറണ്ട് പോകുന്നത്. അപ്പോൾ താഴോട്ടേക്ക് കറണ്ട് പോകുമ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ താഴോട്ട് വരും. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ് വരുന്നത്? നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് തന്നെയാണ് വരിക. അപ്പോൾ ഫോഴ്സ് എങ്ങോട്ട് വരും? നേരത്തെ വന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് സ്ക്രീനിൽ നിന്ന് പുറത്തേക്കായിരിക്കുമല്ലോ ഫോഴ്സ്. അപ്പോൾ നേരത്തെ ഫോഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇപ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ്. അപ്പോൾ ഇത്രയും സംഭവിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഈ ഫോഴ്സ് കാരണം ഒരു ഹാഫ് റൊട്ടേഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഹാഫ് റൊട്ടേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ ഇവിടെ എന്താണ്? സിയും ഡിയും ആവും. അതേപോലെ തന്നെ ഇവിടെ ബിയും എയും ആവും. അപ്പോൾ കോയിൽ തിരിഞ്ഞല്ലോ. തിരിഞ്ഞു കഴിയുമ്പം കറണ്ട് എങ്ങോട്ടേക്കാണ് ഫ്ലോ ചെയ്യുക? ഡിയിൽ നിന്ന് സിയിലേക്ക് ഫ്ലോ ചെയ്യും. കറണ്ട് ഡിയിൽ നിന്ന് സിയിലേക്ക് ഫ്ലോ ചെയ്യുമ്പോഴും ഫോഴ്സ് എങ്ങോട്ടേക്കാണ് വരുന്നത്? ഉള്ളിലേക്ക് തന്നെയാണ് ഫോഴ്സ് വരിക. അതേപോലെ തന്നെ ബിയിൽ നിന്ന് എയിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴും ഫോഴ്സ് പുറത്തേക്കാണ് വരിക. അപ്പം എന്താണ് സംഭവിക്കുന്നത്? ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കറക്റ്റാണ് വരുന്നത്. അപ്പം എന്താണ്? ഇത് രണ്ടും കാരണം മോട്ടർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇതാണ് ഒരു മോട്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ്. ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ തന്നിട്ടുള്ള പോയിന്റുകളൊക്കെ നോക്കാം.
ദ കറന്റ് ഫ്ലോ വെൻ ദ കറന്റ് ഫ്ലോ ത്രൂ ദ കോയിൽ ഇറ്റ് പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ്. അതായത് ഒരു കണ്ടക്ടറിലൂടെ കറന്റ് ഫ്ലോ ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. പിന്നെന്താണ് മാഗ്നറ്റിക് ഇൻട്രാക്ഷൻ? ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡും ഇൻട്രാക്ട് ചെയ്യും, അതായത് കൂട്ടിമുട്ടും. അപ്പോൾ കൂട്ടിമുട്ടുമ്പോൾ എന്താണ് സംഭവിക്കുക? ഒരു ഫോഴ്സ് ഉണ്ടാവും. ഒരു ഫോഴ്സ് ഉള്ളിലേക്ക് വരും, ഒരു ഫോഴ്സ് പുറത്തേക്ക് വരും. അങ്ങനെ ഒരു ഹാഫ് കംപ്ലീറ്റ് ആകുമ്പോൾ എന്താണ്? കോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമല്ലോ, ഡയറക്ഷൻ മാറുമല്ലോ. കോയിലിൻ്റെ ഡയറക്ഷൻ മാറുമ്പോൾ അതേപോലെ തന്നെ പിന്നെ ഫോഴ്സ് സെയിം ഡയറക്ഷനിലേക്ക് വരുമ്പോൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പോയിന്റായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തില്ലല്ലോ. RRB ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താണ്? ദ ആർമേച്ചർ ഓഫ് ആൻ ഇലക്ട്രിക് മോട്ടോർ കൺസിസ്റ്റ് ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് പാർട്ട് ഓർ പാർട്സ്? നമുക്ക് ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്: സോഫ്റ്റ് അയോൺ കോർ, കോയിൽ, മാഗ്നറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് വരിക? നമുക്കറിയാം ആർമേച്ചർ കോയിൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറാണ്. അപ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂട്ടുന്നതിന് വേണ്ടി അതിൻ്റെ ഉള്ളിൽ ആർമേച്ചർ കോയിലിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? ഒരു സോഫ്റ്റ് അയൺ കോർ ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണ് ആർമേച്ചറിൽ വരുന്നത്? സോഫ്റ്റ് അയോൺ കോറും കോയിലും. 1ഉം 2ഉം വരുന്ന ഓപ്ഷൻ ഏതാണ്? ബോത്ത് 1 ആൻഡ് 2 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.